പരമ്പരാഗത വഴിയിൽ നീങ്ങിയിരുന്നുവെങ്കിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജോലിയിൽ എത്തേണ്ടയാളായിരുന്നു സീതാറാം യെച്ചൂരി. പഠിച്ച ക്ലാസുകളിലെല്ലാം നേടിയ ഒന്നാം റാങ്ക് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയിലും നിലനിർത്തിയാണ് ഈ മടക്കം. ജീവിതജാലങ്ങളെല്ലാം തുറന്നിട്ട് ഏറ്റവും സുതാര്യമായ ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റാണ് വിടവാങ്ങിയത്. We are telling them the CPM is the one that is offering you a vision of where our resources can be utilized to provide all our youth. CBSE അഖിലേന്ത്യാ പരീക്ഷയിലെ ഒന്നാം റാങ്കുകാരൊക്കെ സിവിൽ സർവീസിലെത്തിയാണ് പ്രധാനമന്ത്രിമാരുടെ മുന്നിൽ നിന്നിട്ടുള്ളത്. എന്നാൽ ഈ CBSE അഖിലേന്ത്യാ ഒന്നാം റാങ്കുകാരൻ സമരം ചെയ്താണ് ഇന്ദിരാഗാന്ധിയെ മുന്നിലെത്തിച്ചത്. വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഈ പ്രസ്താവന വായിക്കുന്നത് JNU വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷനാണ്. എങ്ങനെയും തോൽപ്പിക്കാനായി ഒരു വർഷം 3 തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടും 3ലും ജയിച്ചു വന്ന സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഇന്ദിരാഗാന്ധി JNU വൈസ് ചാൻസലർ പദവി ഒഴിയണം എന്ന പ്രമേയമാണ് യെച്ചൂരി വീട്ടിൽ നിന്നിറക്കി വായിച്ചു കേൾപ്പിച്ചത്. അത് വർഷം 1977. അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് പിന്നാലെ. നിന്നുരുകേണ്ട ആ നിമിഷം പോലും വാത്സല്യത്തോടെ ഇന്ദിരാഗാന്ധിയെ പോലും നോക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിത്വം. അടിയന്തരാവസ്ഥയിലെ കാരാഗൃഹത്തിൽ നിന്നിറങ്ങി വന്നാണ് JNUവിലെ യൂണിയൻ നേതാവായതും ഇന്ദിരയുടെ വീട്ടിലേക്ക് മാർച്ച് നയിച്ചതും. ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എഞ്ചിനീയർ ആയിരുന്നു പിതാവ് സർവേശ്വര സോമയാജലു യെച്ചൂരി. മാതാവ് കൽപ്പകം യെച്ചൂരി സർക്കാർ ഉദ്യോഗസ്ഥയും. എല്ലാ ക്ലാസ്സിലും ഒന്നാമനായി മികവ് കാട്ടിയ യെച്ചൂരിയെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അമ്മ നിർബന്ധിച്ച് ഡൽഹിക്ക് അയച്ചു. 1969 തെലങ്കാന സമരം കത്തിക്കാളുമ്പോൾ മകൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ചെയ്ത നീക്കം. CBSE 12ാം ക്ലാസ്സിൽ 1ാം റാങ്കോടെ ആ വിശ്വാസം കാത്ത യെച്ചൂരി ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസിൽ BA എക്കണോമിക് ഓണേഴ്സിന് ആദ്യം പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥിയായി. പിന്നെ JNUവിൽ MA. അതോടെ ആ ജീവിതം വഴിമാറി. 1974 SFI, 75 CPIM അംഗത്വം. പിന്നെ അടിയന്തരാവസ്ഥയിലെ അറസ്റ്റ്. പുറത്തു വന്ന് PhD ഗവേഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം. CPIMലെ ഏറ്റവും ചെറുപ്പക്കാരനായ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പിറവിയാണ് പിന്നീട് കണ്ടത്. 1985 പ്രകാശ് കാരാട്ടിനും S രാമേന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം കേന്ദ്ര കമ്മിറ്റിയിൽ. 1992 ഇതേ ആളുകൾക്കൊപ്പം പോളിറ്റ് ബ്യൂറോയിൽ. 40ാം വയസ്സിലെ ആ പോളിറ്റ് ബ്യൂറോ പ്രവേശനം CPIMൽ തിരുത്തപ്പെടാൻ സാധ്യതയില്ലാത്ത ചരിത്രമാണ്. 1996 ഐക്യമുന്നണി സർക്കാരിനായി P ചിദംബരത്തിനൊപ്പം. 2004 UPA സർക്കാരിനായി പ്രണബ് മുഖർജിക്കൊപ്പം. രാജ്യത്തിൻ്റെ തലവര മാറ്റിയ പ്രകടന പത്രികയും പൊതുമിനിമം പരിപാടിയും എഴുതിയത് യെച്ചൂരിയുടെ പേനയാണ്. 3 വട്ടം ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കാരാട്ടിനെ തുടർന്ന് യെച്ചൂരി എത്തുമ്പോഴേക്കും പാർട്ടി ക്ഷീണിച്ചിരുന്നു. പക്ഷേ ദേശീയ രാഷ്ട്രീയം ഏറ്റവും ശ്രദ്ധയോടെ കണ്ട സ്ഥാനാരോഹണമായിരുന്നു അത്. സ്വന്തം നാടായ വിശാഖപട്ടണത്ത് നടന്ന സമ്മേളനത്തിൽ 2015 ജനറൽ സെക്രട്ടറി. ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ എല്ലാവരും കാതോർത്ത ശബ്ദം. രാഹുൽ ഗാന്ധി മുതൽ MK സ്റ്റാലിൻ വരെ നിർണായക നിമിഷങ്ങളിൽ അഭിപ്രായം തേടിയിരുന്ന വ്യക്തിത്വം. സ്വന്തം പഠനവും ഉണ്ടാകുമായിരുന്ന സാമ്പത്തിക നേട്ടങ്ങളും പദവികളുമെല്ലാം ഉപേക്ഷിച്ചാണ് സീതാറാം കമ്മ്യൂണിസ്റ്റായത്. പാർട്ടിയിൽ അത്യുന്നതമായ പദവിയിലെത്തിയിട്ടും ഒരു ഇരുമ്പുമറയും യെച്ചൂരിക്കുണ്ടായിരുന്നില്ല. ഒന്നും ഒളിച്ചുവെച്ചതുമില്ല. സീതാറാം എന്നാൽ സുതാര്യതയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ടെടുക്കാൻ ഇതുപോലെ വേറെ അധികം ആളുകളില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.